ഗോമാതാവിനെ കണ്ട് കണ്ടം വഴി ഓടുന്നവരായിരുന്നു ഗൈസ് നിങ്ങൾ. എന്നാൽ ഞാൻ ഓടുമായിരുന്നു. ആൻഡ് ദിസ് ഇസ് മീനാക്ഷി ആൻഡ് മല്ലു ഗേൾ ഇൻ ജയ്പൂർ. സോ ഇന്ന് ഞാൻ വിചാരിച്ചു നിങ്ങളെ ഞങ്ങളുടെ ഫാം കോംപ്ലക്സ് ഒക്കെ ഒന്ന് കാണിക്കാം. ലൈഫ് സ്റ്റോക്ക് ഫാം കോംപ്ലക്സ് അല്ലാതെ ഡയറി ഫാം കാണിക്കാം. ഞാൻ എപ്പോഴും പോകുന്ന സ്ഥലമാണ്. സോ പോകുന്ന വഴിക്ക് ഒരു മന്ദിരമൊക്കെ ഉണ്ട് ഞങ്ങളുടെ കോളേജിനകത്ത് തന്നെ. അവിടെ എന്നും വിളക്കൊക്കെ കത്തിക്കുന്ന ഒരു സ്പോട്ടാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു സ്പോട്ടാണ്. സോ ഇതാണ് ഞങ്ങളുടെ ഡയറി ഫാം. സോ ഡയറി ഫാം ഇനാഗ്രേഷൻ നടന്നത് 2022 അത്യാവശ്യം വലിയൊരു ഡയറി ഫാമാണ്. കുറേ ആനിമൽസിനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറി ഫാമാണ്. ഇവിടെ പല ബ്രീഡുകളുണ്ട്. ബഫലോസ് ഉണ്ട്, കുട്ടി പശുക്കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഏരിയയാണ്. കാരണം ഇവിടെ വരുന്ന സമയത്ത് നല്ല മനസ്സിനൊരു കാംനെസ് കിട്ടും. സത്യം പറഞ്ഞാൽ പണ്ട് പശുവിനെ കണ്ടാൽ ഞാൻ ഓടുമായിരുന്നു ഗൈസ്. എനിക്ക് പേടിയായിരുന്നു. ഇവരിങ്ങനെ തലയൊക്കെ ഇട്ടാക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. അടുത്തൊന്നും പോകത്തില്ല. പക്ഷേ ഇപ്പം കണ്ടോ ഗൈസ്, ചുരണ്ടി വരെ കൊടുക്കുന്ന അത്രയ്ക്ക് ആത്മബന്ധമായി. ഭയങ്കര ഇഷ്ടമുള്ളൊരു ബ്രീഡാണ് കേട്ടോ എനിക്കിത്. ഗിർ എന്ന് പറയുന്ന ബ്രീഡാണത്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആണ് ഫാം കോംപ്ലക്സ്. ഞാൻ ഇടയ്ക്ക് പോവും. അങ്ങനെ പോകുന്നതുകൊണ്ടായിരിക്കാം ഇപ്പോൾ കുറച്ച് പേടിയൊക്കെ മാറിയത്. പണ്ട് തൊട്ടേ ക്യാറ്റ്, ഡോഗ് അങ്ങനെ വലിയ പേടിയില്ലായിരുന്നു. പക്ഷേ ഇവരെ ഭയങ്കര പേടി. കാരണം ഇവരുടെ ശരീരം വലുതാണല്ലോ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവർക്ക് നമ്മളെക്കാട്ടി ശക്തി ഉണ്ടെന്നുള്ളൊരു ബോധത്തിൽ എനിക്ക് എല്ലാവരെയും പേടിയായിരുന്നു. ചാണകം ഭയങ്കര ഇതായിരുന്നു, ഒരുമാതിരിയായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊന്നും കുഴപ്പമില്ല, എല്ലാം മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഫാം കോംപ്ലക്സിന് പുറത്തുള്ള ഏരിയ. ഇത് ഫീഡും ഫോഡറും സ്റ്റോർ ചെയ്യുന്ന ഏരിയ ആണ്. പിന്നെ ഇതാണ് നമ്മുടെ ഇക്വനി ഉണ്ടല്ലേ, ചേതക്ക് ഇവൻ്റെ പേരാണ്. ഇവൻ മാർവാടി ബ്രീഡിൽ പെടുന്നതാണ്, മെയിലാണ്. പിന്നെ ഞാൻ അവിടെയൊക്കെ ഇറങ്ങി അതിന് ശേഷം തിരിച്ചു വന്ന് ഞങ്ങളുടെ പട്ടിക്കൂട്ടത്തിൽ ഒരാളെ നോക്കുമ്പോൾ പോത്ത് പോലെ കിടന്ന് ഉറങ്ങുന്നു. പിന്നെ അവനെ എന്തിനാ ശല്യപ്പെടുത്തുന്നതെന്ന് വിചാരിച്ച് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. സോ അപ്പോൾ ഫാം കോംപ്ലക്സ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയ വീഡിയോസിന് വേണ്ടി ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ.